Good afternoon, dear. Good afternoon. Good afternoon, Miss. ലഞ്ച് കഴിച്ചോ? No, Miss. അതെന്താ 1 മണിയായില്ലേ? Good afternoon, Miss. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ, പ്രസന്റ് ചെയ്തോളൂ. How are you, Miss? I am fine. How are you, Miss? How are you? How are you, Miss? How are you? Okay, very good, very good. ഇതാരാണ് ഈ മഹദിയയുടെ വീട്ടിൽ നിന്നാന്ന് നല്ല ഭയങ്കര ബഹളം കേൾക്കുന്നു. ഇർഷാദ് അല്ലേ നമ്മുടെ ക്ലാസ്സില്? അതെ. I am good, thank you. ഇന്ന് എന്താണെന്നറിയോ നമ്മുടെ റെഗുലർ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്? റെഗുലർ ക്ലാസ്സിൽ ഇപ്പം ഞാൻ 2 ദിവസമായിട്ട് കുട്ടികളെ നോട്ട് ബുക്കിൽ ലെറ്റേഴ്സ് എഴുതിക്കുവാണ്, ഹിന്ദി വർണ്ണമാല എഴുതിക്കുവാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്യേണ്ടത് നോട്ട് ബുക്കിൽ സ്വരാക്ഷർ, വ്യഞ്ജനാക്ഷർ, സംയുക്താക്ഷർ, ഹിന്ദി വർണ്ണമാല, ഈ ലെറ്റേഴ്സ് ആണ് ഞാനിന്ന് എഴുതി കൊടുത്തത്. അപ്പം നോട്ട് ബുക്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യം എഴുതണം. അപ്പോൾ ഇന്ന് വന്ന കുട്ടികളിൽ അവർ എങ്ങനെ എഴുതിയാന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞുതരാം. കാ ഖ ഗാ ഖ ങ അത് 2 ടൈംസ് എഴുതി. അതിന് ശേഷം അതിൻ്റെ താഴെയായിട്ട് ചാച്ച ചാച്ച ഞ അതും 2 പ്രാവശ്യം എഴുതി. അങ്ങനെ തന്നെ ആ വ്യഞ്ജനാക്ഷരങ്ങളെല്ലാം 2 പ്രാവശ്യം ആ ഒരു പേജിലായിട്ട് കുട്ടികൾ എഴുതുവാണ് ഇന്ന് ക്ലാസ്സിൽ ചെയ്തത്. മിസ് ബോർഡിൽ എഴുതി കൊടുത്തു, അത് അതുപോലെ കുട്ടികൾ പകർത്തി എഴുതി നോട്ട് ബുക്കിലേക്ക്. നന്നായിട്ട് എഴുതിയവർക്ക് സ്റ്റാറും വെരി ഗുഡ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾ അതേപോലെ ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് നോട്ട് ബുക്കിലേക്ക്, ഞാൻ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല അവർക്ക്, ഞാൻ ബോർഡിൽ എഴുതിയതേ ഉള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ആ വ്യഞ്ജനാക്ഷരങ്ങൾ 2 പ്രാവശ്യം വെച്ച് എഴുതുക. നല്ല ഭംഗിയായിട്ടാ ക്ലാസ്സിൽ അവർ നല്ല അക്ഷരങ്ങൾ വിട്ട് വിട്ട് എഴുതിയോണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ എഴുതിച്ചു. സ്കെയിൽ വെക്കൊന്നും വേണ്ട. അക്ഷരങ്ങൾ ഫസ്റ്റ് കാ ഖ ഗാ ഖ ങ എഴുതുമ്പോൾ തന്നെ ഫസ്റ്റ് വിട്ട് വിട്ട് എഴുതി അതിൻ്റെ താഴെയായിട്ട് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ എഴുതുക, എന്നിട്ട് സെൻഡ് ചെയ്യുക കേട്ടോ. ഹോംവർക്ക് മിസ് നോക്കിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ അയക്കാതിരിക്കരുത്. പിന്നീട് നിങ്ങൾ എഴുതണം, എപ്പോഴും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ ലക്ഷ്മി, അഭിലാഷ്, നീ എപ്പോഴാണ് സ്കൂളിൽ വരുന്നേ? ലക്ഷ്മി, പാർവണ ഇവരൊന്നും സ്കൂളിലോട്ട് വരുന്നേ ഇല്ല അല്ലേ? ഗാത്രിക്കുട്ടി പിന്നെ ദൂരെയല്ലേ? ഗാത്രി, മഹദിയൊക്കെ ദൂരെയാണ്. ഇവർക്കൊന്നും. ലക്ഷ്മി അൺമ്യൂട്ട് ചെയ്തിട്ട് പറ. ആകുമല്ലോ, ഞാനിവിടെ നിങ്ങളെ മ്യൂട്ട് ചെയ്തിട്ടില്ല. ഞാനിപ്പോഴേ വരൂല അല്ലേ? ഓക്കെ. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് എഴുതിയെടുക്കണം നോട്ട് ബുക്കിൽ. ഓക്കെ. പാർവണിക്ക് എന്താ പ്രശ്നം സ്കൂളിൽ വരാത്തത്? പാർവണ, ഞാൻ ഗുജറാത്തിലെ. ഓ, ഗുജറാത്തിലാണല്ലേ? പാർവണ, മഹദിയ, ഗാത്രിയൊക്കെ ദൂരെയാണ്. വേറെ ആരാണ് അകലെയുള്ളവര്? വേറെ ആരുമില്ല, ബാക്കി എല്ലാവരും സ്കൂളിൽ വരുന്നവരാണ് അല്ലേ? ഓക്കെ. അന്ന ഗ്രേസ്, വേർ ആർ യു ഗോയിങ്? അന്ന എവിടെ പോന്നേ? വയനാട്. വയനാട് പോവാണ്. ടൂറ് പോകുന്നതാണോ? എവിടെയാ പോന്നേ? അമ്മയുടെ വീട്ടിലോ? അതെയോ? ഓക്കെ. Then take your textbook. റിവിഷൻ ആണല്ലേ? റിവിഷൻ എവിടെ എത്തി നമ്മള്? ഇന്ന് ചെയ്യേണ്ട കാര്യം ഇവിടെ നോട്ട് ചെയ്ത് വെക്കണം. വ്യഞ്ജനാക്ഷരങ്ങൾ നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുക്കണം.
അത് 2 പ്രാവശ്യം വെച്ച് എഴുതിയെടുക്കാൻ. സംയുക്താക്ഷരം വരെ എഴുതണം. ക്ഷാത്ര ഇജ്ഞ ഇസ്ര ഒരു പേജിലായിട്ട് കൊള്ളുന്ന പോലെ എഴുതുക കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ഏതാണ് വായിക്കേണ്ടത് ഓർക്കുന്നുണ്ടോ? താത്ത ദാത്ത നായാണോ? പേജ് നമ്പർ 47-ലെത്താണോ റിവിഷൻ ഇന്നത്തെ? അവിടെ വരെയാണോ ആയത്? യെസ്, ഓക്കെ. അംന ഫാത്തിമ, read fast. Please unmute. 40 വായിച്ചില്ലേ? വായിച്ചു. 43 അത് വായിച്ചില്ല. ടാറ്റ ടാറ്റ വായിച്ചില്ല നമ്മള്. ഇല്ല. ഓക്കെ. Then read page number 43. പിക്ചർ നോക്ക്. എനിക്ക് തോന്നുന്നു അവിടെ പ്രൊനൗൺസിയേഷൻ കൊടുത്ത് വായിച്ചിരുന്നു. ചരണ അല്ലെ? ചരൺ എന്നാണ് നമ്മൾ വായിക്കേണ്ടത് കേട്ടോ. ചരൺ. നെക്സ്റ്റ് താഴെ കൊടുത്തിരിക്കുന്ന നിങ്ങൾക്ക് മനസ്സിലായിരുന്നോ? ഡാ എഴുതി അതിന്റെ അടിയിൽ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ പ്രൊനൗൺസിയേഷൻ ഡാ എന്നാണ്. പക്ഷെ നമ്മള് സരക്ക് സരക്ക് എന്നല്ല പറയുന്നത്, സടക്ക് എന്ന് പറഞ്ഞാൽ സടക്ക്. സടക്ക് സടക്ക് അല്ലെങ്കിൽ സരക്ക്. പഠിന. ഓക്കെ ഓക്കെ. ദെൻ നെക്സ്റ്റ് ലക്ഷ്മി. ശ്രദ്ധിച്ചിരിക്കണം, വായിച്ചു വരും. ടാസെ ടബ് ടഹനി. ടാസെ ടബ് ടഹനി. ടാസെ ടട്ടേര ടട്ടർ. ടാസെ ടമരു ടബ് ഡബ്ബ. ടാസെ ढक्कन ढोलक. ठासे चड लड़की टूटना ഗാഢ. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പതിവ് പോലെ തന്നെ എന്താണ് എഴുതേണ്ടത്, എഴുതി പഠിക്കേണ്ടത്? ടാസ ടമാട്ടർ, ഠാസെ ടപ്പ, ഡലിയ, ഡപ്പലി, ചരൺ. ഈ വേർഡ്സ് നന്നായിട്ട് എഴുതി പഠിക്കണം കേട്ടോ. ആ പിക്ചറുള്ള വേർഡ്സ് നന്നായിട്ട് എഴുതി പഠിക്കാം. നെക്സ്റ്റ് ക്രിസ്റ്റോ ജോൺ, പേജ് നമ്പർ 46. അതെങ്ങനെ വായിക്കണം? ഠാസെ ഠഡേര. വായിച്ചോ. ടാസെ ടഡേര. ഞാൻ വായിച്ചത് കേട്ട് പറഞ്ഞേ ഉള്ളൂ അല്ലേ? പേജ് നമ്പർ 46 ഫസ്റ്റ് ചിത്രം കെ നാം കെ പഹലെ വർണ്ണ പർ ഗോള ലഗാവോ എന്നുള്ളത്. അത് നിങ്ങൾ എങ്ങനെ പഠിക്കണം? ഇപ്പം പറഞ്ഞു തരുന്ന പോലെ പഠിക്കാം. അപ്പൊ നമ്മള് ഗോളം അതായത് സർക്കിൾ വരച്ചിട്ടില്ലേ, ആ ലെറ്റർ ചേർത്തിട്ട് ആ പിക്ചർ നെയിം പറയാം. അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഠാസെ ഠഡേര ഫസ്റ്റ്. രണ്ടാമത്തേത് എന്താണ്? നെക്സ്റ്റ് പിക്ചർ എന്താണ്? അവിടെ നോ ഏതാണ് വായിക്കുന്നത്? താഴോട്ട് വായിക്കണം. ഓക്കെ ഓക്കെ. ടഫലി. റൊട്ടി, ബ്രെഡിന് എന്താ പറയാ? ആ റൊട്ടിക്ക്
റൊട്ടി എന്നല്ല അവിടെ എവിടുന്നാ സർക്കിൾ കൊടുത്തിരിക്കുന്നേ? സർക്കിൾ എവിടെയാ? ഡായ്ക്കാണ് സർക്കിൾ. ഡാസ് എ ഡബിൾ റൊട്ടി. ഡബിൾ റൊട്ടി. ഡബിൾ റൊട്ടി എന്ന് പറഞ്ഞാല് ആ റൊട്ടി ബ്രെഡിന് പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ്, ബ്രെഡിന് സാധാരണ ഹിന്ദിയില് റൊട്ടി അല്ലെങ്കിൽ ബ്രെഡ് അങ്ങനെയൊക്കെയാണ് പറയുക. ഇവിടെ ബായൊന്നും ഇല്ല, രായും ബായും ലെറ്റർ കൊടുത്തിട്ടില്ല. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ലെറ്റർ ചേർത്തുള്ള വേർഡ് ഡബിൾ റൊട്ടി എന്നാണ് കേട്ടോ. നെക്സ്റ്റ്, ബ്രാഞ്ചിന് എന്താ ശിഖരങ്ങൾക്ക് എന്താ പറയാ? നമ്മൾക്ക് അല്ല, കമ്പല്ല. അതിന്റെ മുമ്പിലത്തെ പേജിലുണ്ട്. ഹിന്ദിയിൽ കമ്പ് എന്ന് പറയോ? മുമ്പിലത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. ശബ്ദകോശത്തിന് കൊടുത്തില്ലേ? ബ്രാഞ്ച് എന്നുള്ളത് വാക്ക് എന്താ അവിടെ കൊടുത്തത് ക്രിസ്റ്റോ? എന്താണ്? ടഹനി കൊടുത്തതുണ്ടോ? ടഹനി, അതാണ് ബ്രാഞ്ച്. ഓക്കെ. നെക്സ്റ്റ്, അപ്രീം പർവീൻ. ക്രിസ്റ്റോ ശ്രദ്ധിക്കണം ക്ലാസ്സില്. അപ്രീം. ഡബിൾ റോട്ടി. അത് ആദ്യത്തെ ഫസ്റ്റ് ഡാ. ഫസ്റ്റ് കാണുന്ന ഡായാണ് ടഹനി. ഓക്കെ. നെക്സ്റ്റ്, എന്താണ് സ്റ്റോപ്പിന് എന്താ പറയാ? സ്റ്റോപ്പിന് എന്താ പറയാ? ടഹർ. മുമ്പത്തെ പേജ് നോക്കിയാൽ മതി. ടഹർ. ഓക്കെ. നെക്സ്റ്റ്, ഡലിയ. ഡാസ് ഡലിയ. ഓക്കെ ഓക്കെ ഓക്കെ. ഗാത്രി. അപ്പൊ നിങ്ങൾക്കത് എങ്ങനെയാ വായിക്കണ്ടേ മനസ്സിലായില്ലേ? അക്ഷരങ്ങൾ എടുക്കുക, സർക്കിൾ ചെയ്ത അക്ഷരം എടുക്കുക, ആ പിക്ചർ നെയിം പറയാ. ഡബിൾ റൊട്ടി. ടഹലി. ടഹൽ. ഡലിയ. സ്റ്റോപ്പിൽ നമ്മൾ ടഹർ എന്നാ പറയാ കേട്ടോ. ടഹലല്ല, ടഹർ. ഓക്കെ. അതിന് താഴത്തെ വായിച്ച മോളെ ഗാത്രി. രണ്ടാമത്തെ എക്സസൈസ്. ദിയേ ഗയേ വർണ്ണോം സെ പഹലെ ആനെ വാല വർണ്ണ ലിഖോ. അവിടെ കൊടുത്തിരിക്കുന്ന ആ ലെറ്ററിന്റെ ഫസ്റ്റ് വരുന്ന ലെറ്റർ ഏതാന്ന് എഴുതണം എന്നാ പറയുന്നത്. വ്യഞ്ജനാക്ഷരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഠ കൊടുത്തു. അതിന്റെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന ലെറ്റർ ഏതാണ്? ഫസ്റ്റത്തെ ഡാഷിന്റെ അടുത്ത് ടാ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഡാഷിന്റെ അടുത്ത് ഡ ഠ. മൂന്നാമത് വരുന്നത് വീണ്ടും ഠ ഡ. നാലാമത് വരുന്നത് ന എഴുതുന്നതിന് മുമ്പായിട്ട് എഴുതുന്ന ലെറ്റർ ഏതാണ്? ഠ. അതാണത്. നെക്സ്റ്റ്, ജോർ ജോർ സെ ബോൽക്കർ പഠോ. നസീം, മൂന്നാമത്തെ വായിച്ചേ. പേജ് നമ്പർ എത്ര? നീ അവിടെ എന്തെടുക്കുവാടാ? 3 സമയായിട്ട് നീ എന്തെങ്കിലും സ്കൂളിൽ വരാത്തെ? ഇന്ന് വരണ്ടേ? നാളെയാണോ? തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ആണോ? നസീമേ, നീയൊന്നും ക്ലാസ്സിലാണ്ട് ഒരു രസവും ഇല്ല കേട്ടോ. എല്ലാ ദിവസവും വരാനാക്കണം ഇനി. വായിക്ക്. പേജ് നമ്പർ 46. 46 ആണ്. അങ്ങനത്തെ ഒരു പേജ് ഇല്ലേ നിനക്ക്? എടുക്ക്.
വായിക്കെന്നാല് വേഗം. ക്ലാസ്സിലും ഇങ്ങനെയാണ്, ഭയങ്കര സമാധാനമാ. മിസ്സേ അത് എഴുതേണ്ട ആവശ്യമുണ്ടോന്നൊക്കെ എന്നോട് ചോദിക്കുന്നേ. എവിടെയാ വായിക്കണ്ടേ? നമ്പർ 3 ജോർ ജോർ സേ ബോൽക്കർ പഠോ. ആ ലെറ്റേഴ്സ് വായിക്ക്. ഡാട്ട അല്ല, ടാട്ട. ആ ഓക്കെ, ഇതാണ് വായിക്കാൻ പറഞ്ഞത്. നെക്സ്റ്റ് എന്താണ് വായിച്ചേ നസീം? ഇത് എന്താണ് ഒരു ഉഷാറായിട്ടിരുന്നേ? ലഞ്ച് കഴിച്ചില്ലേ? അതാണോ? സാരമില്ല, വേഗം വായിച്ചിട്ട് കഴിച്ചോ എന്നാല്. അടുത്ത പിക്ചർ നോക്കിയേ. ചിത്ര കെ നാമേ ആനെ വാലി ആവാസ് കെ വർണ്ണ സേ മിലാൻ കരോ. അവിടെ ഡ ഠ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഡാ സേ എന്താണ് പിക്ചർ? ബോയ്ക്ക് എന്താ ഹിന്ദിയിൽ പറയാ? ബോയ്ക്ക് ബോയ് ആ ലഡുക്ക. അതാരാ പറഞ്ഞേ? അപ്പല്ലേ നസീം നാണക്കേടാണ്, ഒരു ലടുക്കിയാണ് പറഞ്ഞത് ഇപ്പൊ. ലഡുക്ക. ബോയ്ക്ക് എന്താ ഹിന്ദി പറയാ? ലഡുക്ക. നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് പിക്ചർ, അതായത് അവിടെ എന്താണ്? പത്രം വായിക്കുന്ന ഒരു പിക്ചറാ കാണുന്നല്ലേ? അതിനെന്താ വായിക്കുക എന്നുള്ളതിൻ്റെതാണ് വരിക പഠിന. ആ നെക്സ്റ്റ് പിക്ചർ. ഇതൊന്നും കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടേ ഇല്ലേ നീ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇതൊക്കെ വായിച്ചെന്നാണ്. നെക്സ്റ്റ് നോക്കിയേ. റോഡിന് നമ്മൾ എന്താ പറയാ? ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടുള്ള വാക്കാണ്? ഡായാണ്. സഡക്ക്. മാച്ച് ചെയ്തത് അങ്ങനെയല്ലേ? ലാസ്റ്റ് ഒരു പിക്ചർ എന്താണ്? ആ സഡക്ക്. ലാസ്റ്റ് കാണുന്നത് എന്താണ്? എന്താണ്? ഡാലിയ അല്ല, ഡലിയ. ഠക്കിന എന്നാണ്. ഠക്കിന. ലിഡ്. അല്ല നസീം ഉണ്ടല്ലോ, ക്ലാസ്സിൽ നന്നായിട്ട് എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഹിന്ദി അവന് അറിയായിട്ടൊന്നുമില്ല. അമ്മ എന്താ പറഞ്ഞതെന്ന് അവന് ഒട്ടും അറിയുന്നില്ല എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ അവൻ നന്നായിട്ട് ലെറ്ററൊക്കെ ഐഡന്റിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞ ദിവസം വായിച്ചു, ബോർഡിൽ എഴുതിയതൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്, അതുപോലെ എഴുതുന്നുണ്ട്. പക്ഷെ അവൻ ഇരിക്കാനുള്ളൊരു മടിയാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കണേ. ഗോഡ്വിൻ, ഈ നിങ്ങളുണ്ടല്ലോ ഈ അഭ്യാസ് എന്നുള്ള പേജില്ലേ, അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വരണേ. എക്സാമിനാകുമ്പം ഈ അഭ്യാസ് എന്നുള്ള പേജിലെത്തതാണ് നിങ്ങൾക്ക് ഇതേപോലത്തെ ക്വസ്റ്റ്യൻ തന്നെ എക്സാമിന് ഉണ്ടാവുക. മാച്ച് ദ ഫോളോയിങ്, മിസ്സിംഗ് ലെറ്റർ എഴുതാൻ, അതേപോലെ പിക്ചർ തന്നിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്റർ ഏതാണെന്ന് എഴുതാൻ, ഇത് തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് ഈ അഭ്യാസ് എന്നുള്ള പേജ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, വായിച്ച് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ വായിക്കേണ്ട എങ്ങനെയാണെന്നാണ് ഞാൻ ഇപ്പൊ റിവിഷൻ ചെയ്ത് തരുന്നത്. ഗോഡ്വിൻ, take page number 43. Amna Fatima, what are you doing? Tase tomato, tase top, dase dalia, dase dafali, da chase nase Charan. 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 Okay, okay. ബാക്കിയുടെ വായിക്കണം കേട്ടോ, വായിച്ച് പഠിക്കണേ. പാർവണ. Tase tomato, tase tapa, tase delia, tase dafali, tase charan. ചാസേ ചരൺ അല്ല,
നാ സേ ചരൺ. നായല്ലേ അവിടെ കൊടുത്തിരിക്കുന്നത്? നാ സേ ചരൺ. ഓക്കെ, ചരൺ. താഴത്തെ കൂടെ വായിച്ചേ പാർവണ, താഴത്തെ കൂടെ വായിച്ചേ. സഡക് പഠന. പഠന. താഴത്തെ ശബ്ദകോശം വായിച്ചേ. ടബ് ടാസെ ടബ് ടഹനി. ടാലി ടഡോര ടഡേര. ടഡേര എന്നാണ് കേട്ടോ, ടഡേര. ടാർ തമരു ഡപ്പ ഡക്കൻ ഡോലക് ഷഡ് ലഡ്കി റോട്ടന ചട. എന്താ മോളെ വായിക്കുന്ന നീ? എന്താ വായിക്കുന്ന നീ? ഫസ്റ്റ് തൊട്ടിട്ട് എങ്ങനെയാ വായിക്കണ്ടേ വായിച്ചുതരാം. ടാസെ ടബ് ടഹനി. പാർവണ, ടാസെ ലെറ്റർ വായിക്ക്. നിങ്ങൾ ലെറ്റർ വായിക്ക് ഫസ്റ്റ്. ടാ ടബ് ടാസെ ഡബ് വായിച്ചേ പാർവണ. ടാസെ ടബ് ടഹനി. ടാസെ ടഹനി. ഠാസെ ഠഡേര ടഹർ. ടഡേര ടഹർ. ഡാസെ ഡമരു ഡബ്ബ. ഡാസെ ഡമരു ഡബ്ബ. ഠാസെ ഠക്കൻ ഠോലക്. ഡോലക്. നോ, ഠാസെ ഠക്കൻ ഠോലക് എന്ന് പറഞ്ഞേ. ഠാസെ ഠക്കൻ ഡോലക്. നെക്സ്റ്റ് ഡാസെ ജഡ് ലഡ്കി. ജഡ് ലഡ്കി. മോൾ ആ ലെറ്റേഴ്സ് കൂട്ടി വായിക്ക്. ലെറ്റേഴ്സ് കൂട്ടി വായിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഹല അക്ഷരം എഴുതാൻ പറ്റില്ല. ഫസ്റ്റ് ലെറ്റർ എഴുതാൻ പറയുമ്പോൾ ഈ ലെറ്റേഴ്സ് കൂട്ടി വായിച്ചാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഠാസെ ഠൂട്ട്ന ഗാഢ. ഏതാ ലെറ്റർ? ഠൂട്ട്ന എന്നുള്ളതിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താ? അതൊന്നിച്ച് പറഞ്ഞേ. ഠാസെ ഠൂട്ട്ന ഗാഢ. പാർവണ എന്ത് ചെയ്യണം? പാർവണനെ നമുക്ക് ക്ലാസ് കിട്ടൂല. അപ്പൊ ഓൺലൈൻ ക്ലാസ്സിൽ നന്നായിട്ട് ലെറ്റർ കൂട്ടി വേണം വേർഡ്സ് വായിക്കാൻ. കേട്ടോ കേട്ടോ? ഓക്കെ. നെക്സ്റ്റ് ഭവിക. പേജ് നമ്പർ 46. ടാസെ ടഡേര തപ്പലി തഹൽ റൊട്ടി തഹിനി തഹർ തലിയ ത ത ദ ത ന. ഓക്കെ ഭവിക. ഏതാ മോള് വായിക്കുന്നത്? ഓക്കെ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാണ് ക്ലാസ്സിൽ വായിക്കാത്തത്? അംന ഫാത്തിമ. വായിച്ചു. ഓക്കെ. നീ എന്താ ഈ ലാപ്പിന്റെ മുമ്പിൽ നീ കളിക്കുന്നേ?
ക്ലാസ്സിൽ വന്നാൽ ഭയങ്കര സൈലന്റ് ആണല്ലോ, ഒന്നും മിണ്ടൂല. അപ്പൊ അവൾ അവിടെ നിന്ന് കോക്കറി കാണിക്കുവാണ്. എന്നെ കാണട്ടെ, നിന്റെ മുഖം കാണട്ടെ. ആ എന്നെ പേടിപ്പിക്കുക. സ്കൂളിൽ വരുമ്പോ നിങ്ങൾ നോക്കണം മിസ് എങ്ങനെയാ ക്ലാസ് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾ കാണിക്കുന്നത് മുഴുവൻ ഇവിടെ കാണാം. നിങ്ങൾ ഫോണിൽ നോക്കട്ടെ, നിങ്ങളുടെ മുഖം നോക്കുന്നതല്ലേ നിങ്ങള്, അല്ലേ? കുറെ പേര് പല്ലിളിച്ച് കാണിക്കുന്നുണ്ട്, പല്ല് നോക്കുന്നുണ്ട്, കണ്ണൊക്കെ ഇങ്ങനെ ഉരുട്ടി കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ കാണാം. ഇങ്ങോട്ട് മിസ്സിന്റെ നേരെ മുമ്പിലായിട്ട് കാണാം. ഓക്കെ, വേറെന്താണ്? ഇന്നത്തെ റിവിഷൻ കഴിഞ്ഞു. രശ്മി എന്താണ് കൈ ഉയർത്തിരിക്കുന്നത്? അയച്ചില്ലേ? ലിഡിനെ ഡക്ക് എന്നല്ല പറയല്ലേ? അതെ, ഞാൻ എന്താ പറഞ്ഞേ? അതെയോ, നിങ്ങൾ കറക്റ്റ് ആക്കി തരുമോന്ന് അറിയാൻ വേണ്ടി മിസ് തെറ്റായിട്ട് പറഞ്ഞതായിരിക്കും. എന്നാല് മിസ്സിന് വിട്ടുപോയതാണ് കേട്ടോ, സോറി. അപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചു, ഠക്കറിനാണ് ലിഡ്. മിടുക്കി ഗാത്രി. അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ, മിസ് ചിലപ്പോ ഇടയ്ക്ക് തെറ്റൊക്കെ പറഞ്ഞു പോകും. മിസ് ഒന്ന് കഥ പറഞ്ഞു തരുമോ? അതെയോ, എന്ത് കഥയാ? ഇപ്പൊ ഒന്നും ഓർക്കുന്നില്ല. ഞാൻ ഇവിടെ സ്കൂളിലത്തെ കഥ പറയാം. അത് മതി. നമ്മുടെ സ്കൂളിലെ റെഗുലർ ക്ലാസ് തുടങ്ങിയപ്പോൾ ഉണ്ടായ കഥകൾ പറഞ്ഞുതരാം. മിസ്സിന് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞിട്ട് സ്കൂളിലോട്ട് വരാൻ ഭയങ്കര മടിയായിരുന്നു. എല്ലാ ദിവസവും വരണ്ടേ? ഇപ്പം ആഴ്ചയിൽ ഒരു ദിവസം വന്നുകൊണ്ടിരുന്ന മിസ് ഇപ്പൊ എല്ലാ ദിവസവും വരണം. ഭയങ്കര മടിയായിരുന്നു. ഒരാഴ്ച ഇങ്ങനെ മടി പിടിച്ച് വീട്ടിലിരുന്നിട്ട്, എന്ത് സന്തോഷം ഇങ്ങനെ കേൾക്കാനല്ലേ. എന്നിട്ട് പിന്നെ തലേ ദിവസം നല്ല മടിയായിരുന്നു വരാൻ. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് അവസ്ഥ ഒന്നും അറിയില്ലല്ലോ. എന്നിട്ട് കരയാൻ പറ്റുമോ മിസ്സിന്? കരയാനൊന്നും പറ്റൂല്ലോ. അത് ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞു എനിക്ക് ഭയങ്കര മടിയാ വരാൻ. ടീച്ചേഴ്സൊക്കെ കുറെ കളിയാക്കി. ഇത്രയും വലുതായിട്ട് മടിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് ഞാൻ എങ്ങനെ വന്നു? എപ്പോഴാണ് നമ്മുടെ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേ? രാത്രി നവംബർ 1 അല്ലേ? അതെ, അങ്ങനെ നവംബർ 1 സ്കൂളിലെത്തി. നോക്കുമ്പോ കുറേ പേര് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ കുറച്ച് പേര്. നമ്മൾ സ്കൂൾ ബസ്സിന് വന്നു, സ്കൂളിലോട്ട് വന്നു. ഇപ്പൊ പ്രവേശനോത്സവമൊക്കെ കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ സ്കൂളിൽ വന്നപ്പം നല്ല രസം. ആ മടിയൊക്കെ പോയി. പിന്നെ എല്ലാ ദിവസവും വരണം. കാരണം ഫസ്റ്റ് ക്ലാസ്സിൽ കുറേ കുട്ടികള്. അമ്മമാര് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് എന്താണ് സ്കൂളിൽ വരാൻ മടിയാണ്, അവന് പനി പിടിക്കും, ചുമ പിടിക്കും, ജലദോഷമാണ്. പക്ഷെ സ്കൂളിൽ വന്നപ്പോൾ ഒരു കുഴപ്പമില്ല, അവർക്ക് ഒരു കുഴപ്പമില്ല. അവരെല്ലാ ദിവസവും വരുന്നുണ്ട്. എന്നാലും 3 ദിവസം വെച്ചാൽ ഓരോ കുട്ടികൾക്കും പറഞ്ഞിരിക്കുന്നല്ലേ നമ്മൾ ബസ് റൂട്ടില്. അപ്പോൾ ഉണ്ടല്ലോ, ആ 3 ദിവസം കഴിഞ്ഞ് അങ്ങനെ ഒരാഴ്ച പോയി. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു ഉച്ചയാകുമ്പോൾ നമ്മൾ സ്കൂൾ വിട്ടു കഴിഞ്ഞ് വീട്ടിൽ പോകാനുള്ളൊരു മനസ്സില്ല. കാരണം നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിലെ കുറേ കൂട്ടുകാരുടെ അടുത്ത് നല്ല സംസാരിച്ചും കളിച്ചും പാട്ടുപാടിയും കഥകൾ പറഞ്ഞും നല്ല രസമായിരുന്നു. നമ്മളിവിടെ ബെഞ്ചൊന്നുമല്ല. ഞാൻ സ്കൂളിൽ വന്നത് അറിയോ? ഇല്ല, വന്നിട്ടുണ്ടായിരുന്നോ? നാട്ടിൽ പോയിട്ട് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് പഠിച്ചതാ. അതെയോ? മിസ്സിനും ഫ്രണ്ട്സിനെല്ലാം ചോക്ലേറ്റ് കൊടുത്തത്. അതെയോ? എനിക്ക് കിട്ടിയില്ല. മിസ് എവിടെ പോയി? അപ്പൊ ഞാൻ കണ്ടില്ല. അതെ, എന്നെ ആരും കാണുന്നില്ല ഇപ്പൊ അല്ലേ? ഞാനപ്പോ സ്കൂള് തുറന്ന സമയത്തല്ലല്ലോ വന്നത്. അപ്പൊ ഞാൻ ക്ലാസ് ഫസ്റ്റ് GK, പിന്നെ സെക്കൻഡ് ഇംഗ്ലീഷ്, പിന്നെ ലാസ്റ്റ് മലയാളം. അപ്പത്തേക്ക് ഞാൻ പോയി. അതെയോ? ഞാൻ മിസ്സിനെ കണ്ടില്ല. ഞാൻ ഓൺലൈൻ ക്ലാസ്സിൽ ഒരു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കും മിക്കവാറും കാണാത്തത്. എന്നിട്ട് കേൾക്ക്, ഇവിടെ നമ്മൾ ചെയറാണ് ഫസ്റ്റ് ക്ലാസ്സിൽ. കുറേ കുഞ്ഞു കുഞ്ഞു ചെയറുകളുണ്ട്. അപ്പൊ ചെയറിൽ 3 പേരെ വെച്ച് നല്ല അകലത്തിൽ സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് കുട്ടികളെ ഇരുത്തും. അമ്മിനെയൊക്കെ ചിരിക്കുന്നുണ്ട്. ആദ്യം നല്ല അകലത്തിലിരുന്നു, പിന്നെ നോക്കുമ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ടായിരിക്കുന്നത്. എല്ലാവരും കൂട്ടുകാരായി. ആദ്യം മിണ്ടാതിരുന്നവരൊക്കെ ഇപ്പം അവരോടൊന്നും മിണ്ടാതിരിക്കുമെന്ന് ചോദിക്കേണ്ടി വരുന്നത്. പക്ഷെ നല്ല രസമാണ്. നമ്മൾ പണ്ട് കാലത്തൊക്കെ മിസ്സൊക്കെ സ്കൂളിൽ പോയി എങ്ങനെയാണ്? ടീച്ചേഴ്സിന് ഭയങ്കര പേടിയാ അല്ലേ? ഇപ്പോഴോ
ഇപ്പൊ നിങ്ങളെ നമ്മൾക്ക് പേടി. അല്ലെ അമ്ന, അഫ്രീൻ? ഏത് സമയത്ത് മേ ഐ ഗോ ടു ടോയ്ലറ്റ്, മേ ഐ ഗോ ടു ടോയ്ലറ്റ് തന്നെ. അണ്ട അവര് ചിരിക്കുന്നുണ്ട് ക്ലാസ്സിൽ വരുന്നവര്. മിസ് ക്ലാസ്സിലോട്ട് കേറുമ്പോ തുടങ്ങും മേ ഐ ഡ്രിങ്ക് വാട്ടർ. വെള്ളം കുടിച്ചു കഴിഞ്ഞപാട് എന്താ ചെയ്യേണ്ടത് നമുക്ക്? മേ ഐ ഗോ ടു ടോയ്ലറ്റ്. ഇത് തന്നെ പണി. വീണ്ടും വരുന്നു, വെള്ളം കുടിക്കുന്നു, വീണ്ടും ടോയ്ലറ്റിലോട്ട് പോകുന്നു. അപ്പൊ ഇവിടെ പഠിത്തമൊക്കെ കുറവാണ്, ടോയ്ലറ്റിൽ പോക്കാണ് പ്രധാനം അല്ലേ? എന്താ ചിരിക്കുന്നുണ്ട് ഇവിടെ. ഫവിക, അഫ്രീൻ, നസീം. ആരാണ് ക്ലാസ്സിൽ വരുന്നവരുടെ കഥയാണ് പറയുന്നത്. ഗോഡ്വിൻ, അംന, ഫാത്തിമ, അലോൺ. മേ ഐ ഗോ ടു ടോയ്ലറ്റ്. അതെന്തായാലും അവർ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. മേ ഐ ഡ്രിങ്ക് വാട്ടർ, മേ ഐ ഗോ ടു ടോയ്ലറ്റ് അല്ലേ? അപ്പോൾ അങ്ങനെ നവംബർ മാസം ഫുൾ ആകുമ്പോഴേക്കുണ്ടല്ലോ, ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സില് നല്ല കുട്ടികളുണ്ടായിരുന്നു. ഒത്തിരി പേര് വന്നു. വരുന്നില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. പിന്നെ പാർക്കിലൊക്കെ കൊണ്ടുപോയി. ഫസ്റ്റ് ക്ലാസ്സിന് കൊണ്ടുപോയില്ലാന്നോ അല്ലേ? അവരെ ഈ ആഴ്ച തന്നെ കൊണ്ടുപോയി. എന്തായാലും കളിക്കാനൊക്കെ പോകാൻ തുടങ്ങി. നല്ല രസമാണ് ഇവിടെ. അങ്ങനെ എൻ്റെ മടിയൊക്കെ പോയി എന്നാ പറയുന്നേ. എൻ്റെ മടിയൊക്കെ പോയി. ഇപ്പൊ കുട്ടികളുമായിട്ട് അല്ലേ, ടീച്ചേഴ്സും കുട്ടികളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് പോവാണ്. ഇപ്പൊ നമ്മുടെ ഗോഡ്വിൻ പറയും സ്കൂളിൽ വന്ന അനുഭവം. എങ്ങനെയുണ്ട് ഗാത്രി? ആ മിസ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ കൊച്ചു നിങ്ങളുടെ ക്ലാസ്സിലല്ല ഉണ്ടായത്, ഒരു വേറെ ക്ലാസ്സിൽ, ഈ ക്ലാസ്സില്. അപ്പൊ ആ സ്കൂളിന്റെ പേര് കിഡ്സി. ആടെ ഞാൻ പഠിച്ചു. അപ്പൊ ഒരു മിസ് ആടെ ഉണ്ട്. ആടുന്ന ഞാൻ പഠിക്കലല്ലോ. അപ്പോഴും ഞാൻ കമ്പ്യൂട്ടർ മിസ്സിനെ കാണുമ്പോ ആ മിസ് തന്നെ കാണുമ്പോ അതെ തന്നെ അങ്ങനത്തെ മിസ് തന്നെ, ചുരുള്ള മുടിയാ. ആരാ ഇവിടെ കമ്പ്യൂട്ടർ മിസ്? ശ്രീകുട്ടി മിസ്സാ? ആ അത് ശരി. അതേ ആ മിസ്സിന്റെ പേരെന്താ? ആ മിസ്സിന്റെ പേരെന്താ? അത് ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല അല്ലെ? ശ്രീകുട്ടി മിസ് ആണോ അത്? അല്ലല്ലോ, പണ്ടത്തെ കാലാണ്. പണ്ടെന്ന് ജനിക്കുന്നതിന് മുമ്പാ? ഗോഡ്വിനും ആഫ്രീനും പറയുന്നതായിരിക്കും. വേഗം 2 മിനിറ്റേ ഉള്ളൂ, നമ്മൾ ടൈം തീർന്നും പോയി. നമുക്ക് ഒരു പീരീഡ് കൂടെ എടുത്താലോ? എങ്ങനെയുണ്ട് ആഫ്രീനെ സ്കൂളിൽ വന്നിട്ട്? അടിപൊളിയായിന്. അഫ്രീനൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ, പിന്നെ അങ്ങോട്ട് കരച്ചിലായി ബഹളമായി സ്കൂളിലെത്തി അവള്. ഗോഡ്വിൻ എങ്ങനെയുണ്ട് നമ്മുടെ സ്കൂളില്? അടിപൊളി. ഗോഡ്വിനൊന്നും ഒന്നും മിണ്ടില്ല ക്ലാസ്സില്. നല്ല കുട്ടിയാ. വൈകുന്നേരം വരെ ആക്കിയാ മതി. വൈകുന്നേരം വരെ വേണം അല്ലേ? നമുക്ക് ഒട്ടും സമയം കിട്ടുന്നില്ല. എന്നിട്ട് വേണം നമുക്കൊന്ന് കളിക്കാനൊക്കെ പോകാനല്ലേ? അതന്നെ. അമ്ന പാത്തുമ്മ എങ്ങനെയുണ്ട് സ്കൂളിൽ വന്നിട്ട്? ഇതിപ്പോ ചിരിച്ച് ഇപ്പൊ സമയം പോവുമല്ലോ. ഒരു മിനിറ്റേ ഉള്ളൂ ഇവിടെ സമയം. അടിപൊളി തന്നെ. നസീം മിസ്റ്റർ ജോൺ വൈകുന്നേരം വരെ വേണം, എന്നാലേ ഉച്ചക്ക് കളിക്കാൻ വിടും. അതെ. നസീം ഒരു ദിവസം ടീച്ചറോട് ചോദിക്കാതെ പോയ കാര്യമൊക്കെ ഉണ്ട്, കഥയുണ്ട് അല്ലെ നസീമേ? അതെ ടീച്ചറോട് ചോദിക്കാതെ അവൻ വീട്ടിൽ പോയി. എന്തോ? എപ്പോഴാണത്? ആവാനായി അല്ലേ? ഓക്കെ, നമുക്ക് അന്നപ്പോ ആഘോഷിക്കാം. ക്രിസ്റ്റോ, ഇപ്പൊ നമ്മുടെ ക്ലാസ് കട്ടാവും, സമയം കഴിഞ്ഞു. ക്രിസ്റ്റോ എന്തുണ്ട് സ്കൂളിൽ വന്നിട്ട്? സ്കൂളിൽ വന്നിട്ടാണ് ജലദോഷം പിടിച്ചേ? ഇവിടെ ആർക്കും ജലദോഷം ഒന്നുമില്ലല്ലോ.